الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. صدق الله العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ജീവിതം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സ്വദേശ സമയബന്ധിത പരിപാടിയാണ്. അത് ഓരോ ജീവിയും മനുഷ്യനും അതിലൊരു നിയോഗമാണ്. ആ നിയോഗം നിശ്ചയിക്കുന്നത് അല്ലാഹു മാത്രമാണ്. അതിൽ മനുഷ്യന് യാതൊരു തിരഞ്ഞെടുപ്പ് അവകാശമോ സ്വാതന്ത്ര്യമോ നൽകിയിട്ടില്ല. മനുഷ്യന് മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനും. കാരണം ജനിച്ച് വളർന്ന് വലുതായതിനു ശേഷമാണ് നമ്മൾ ഈ ജീവിതത്തെക്കുറിച്ച് തന്നെ ശരിയായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത്. ചില കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ജീവിച്ച് കുറേ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം എന്നത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഒരവകാശം ഇല്ലാത്ത ഒരു ഏർപ്പാടാണ് ജീവിതം. ആലോചിച്ചാൽ മഹാ അത്ഭുതം തോന്നും. നമ്മൾ പലപ്പോഴും പലരും ധരിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് നമ്മുടേതാണ്, നമുക്കിഷ്ടം പോലെ ജീവിക്കാം, ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ചിന്തിക്കാം എന്നൊക്കെയാണ് ആളുകൾ ധരിക്കുക. നമ്മളും അങ്ങനെ തന്നെ പലപ്പോഴും. പക്ഷെ അത് സത്യവിരുദ്ധമാണ്. ജീവിതം നമ്മുടേതല്ല എന്ന് എത്ര പറഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോൾ അത് മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ട്, ഇത് കൈവിട്ട് പോണ നേരം. അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു വല്ലാത്ത ഒരു കുടുക്കിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. കിട്ടിയ ജീവിതം വേണ്ടെന്ന് വെക്കാനോ രാജിവെക്കാനോ ഒരു നിവൃത്തിയില്ല, ഒഴിവാക്കാനും പറ്റില്ല. ആത്മഹത്യ ചെയ്ത് ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് രക്ഷ നേടാമെന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ ജീവിതം അതുകൊണ്ട് അവസാനിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ഒരു പരിഹാരമല്ല, കഴിച്ചിലാവുകയില്ല. അപ്പോൾ ജീവിക്കുകയല്ലാത്ത മറ്റൊരു വഴിയില്ലാത്ത ഒരു ഏർപ്പാട്. അപ്പോൾ ജീവിക്കാൻ നിർബന്ധിതമാകുമ്പോൾ ഏറ്റവും നന്നായി എങ്ങനെ ജീവിച്ച് വിജയിക്കാമെന്നതാണ് പിന്നെ മനുഷ്യനുള്ളൊരൊറ്റ ഓപ്ഷൻ. നാശാവാനോ വേദന അനുഭവിക്കാനോ ബുദ്ധിമുട്ടാനോ ഇഷ്ടപ്പെടാത്ത ഒരു പ്രകൃതമാണ് നമ്മുടെ മനസ്സിനുള്ളത്.
വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എന്നാൽ നാശായിക്കോട്ടെ എന്നാരും വിചാരിക്കൂല. കാരണം അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതം അങ്ങനെയാണ്. നാശാവാനും നഷ്ടപ്പെടാനും വേദനിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ നന്മയും സ്നേഹവും സന്തോഷമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രകൃതമാണ്. അപ്പം നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് സത്യം അംഗീകരിച്ച് വിജയിക്കുകയല്ലാത്ത മറ്റൊരു മാർഗവുമില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച ഖുർആനിൽ മാത്രമല്ല, മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും വളരെ കൃത്യവും പൂർണ്ണവും ഭംഗിയുമായി ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വിശദാംശങ്ങളോടുകൂടി, കുറച്ചുകൂടി ആധുനികത കലർത്തിക്കൊണ്ട്, കുറച്ചുകൂടി ശാസ്ത്ര സത്യങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി യാഥാർത്ഥ്യങ്ങളോ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഖുർആനിൽ ഈ സംഗതി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആദം നബി മുതൽ പഠിപ്പിച്ച അതേ സംഗതി തന്നെയാണ് വിവിധ രൂപത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ജീവിക്കുക എന്നത് വിജയിക്കുക എന്നിടത്തായി. അപ്പോൾ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ സൂക്ഷ്മത പാലിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന ഒരു സംഗതി. തഖ്വ. ഈ വെള്ളിയാഴ്ചകളിൽ വസിക്കുമ്പോൾ തഖ്വ എന്നാണല്ലോ പറയുന്നത്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക, സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൂക്ഷ്മത പാലിക്കാൻ നമ്മളാണ്ട് വിചാരിച്ചാൽ പാലിക്കാൻ പറ്റുമോ? അങ്ങനെയും പറ്റൂല എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ സൂക്ഷ്മത പാലിക്കും എന്ന് 1000 പ്രാവശ്യം പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കാൻ പറ്റില്ല. സൂക്ഷ്മത പാലിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് വേറെ പറഞ്ഞത്. അത് മനുഷ്യന്മാരോട് മൊത്തത്തിലാണ്. സത്യവിശ്വാസികളോടാണ് അടിക്കടി സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പറയുന്നത്. സൂക്ഷ്മത പാലിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ശക്തി ആർജിച്ചെടുക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിന്, റബ്ബ്. ഈ റബ്ബിന് വളരെ വിപുലമായ അർത്ഥതലങ്ങളുണ്ട്. പലപ്പോഴും സൂചിപ്പിച്ചതാണ്. പക്ഷെ ആവർത്തിച്ച് ഖുർആൻ പറയുന്ന സംഗതി ആവർത്തിച്ച് തന്നെ പറഞ്ഞു കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, പരിപാലിച്ച്, വളർത്തി, വലുതാക്കി, സംഹരിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി. അർബാബ് എന്നാണ് നമ്മൾ സാധാരണ ഈ സ്പോൺസർമാർ അറബി ലോകത്തൊക്കെ പോയ ആളുകൾക്ക് അറിയാം. അർബാബ് എന്ന് പറഞ്ഞാൽ ഈ പണം മുതലാളി എന്നാണ് ശരിക്കും പറഞ്ഞാൽ. മുതലിറക്കുകയും അതിനെ സൂക്ഷ്മതയോടെ പരിപാലിച്ച് വളർത്തി വലുതാക്കി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നവനെ മുതലാളി. നഷ്ടപ്പെടുത്തുന്നവനെ മുതലാളി ആവില്ല അറബി ഭാഷയിൽ. അപ്പോൾ മുതലാളി എന്ന് പറഞ്ഞാൽ മുതലുള്ളവൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇല്ലാത്തവന് പറയാൻ പറ്റില്ലല്ലോ. ഈ റബ്ബ് എന്ന പദത്തിൽ നിന്നാണ് ലോക്കലായ യൂസേജ് ഉണ്ടായതെന്നുള്ള. സ്പോൺസർ നമ്മൾ അർബാബ് എന്ന് പറയും. അപ്പോൾ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപയോഗിച്ചൊരു വാക്കാണ്. അല്ലാഹു, ഇലാഹ്, റബ്ബ്. അങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റബ്ബ്. ഈ റബ്ബ് ആരാണ്, റബ്ബിൻ്റെ ശക്തി എന്താണ് എന്നൊക്കെ മനുഷ്യ മനസ്സിന് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഒരു പ്രവാചകനെയും ഒരു ദിവ്യഗ്രന്ഥത്തെയും അവലംബിക്കാതെ നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം. ഒരു ചിത്രീകരണം. ആദം നബിയെ മുതുകിൽ തടയി അല്ലെങ്കിൽ മക്കളിൽ നിന്ന് അവരുടെ പിൻഗാമികളെ പുറത്തെടുത്തു കൊണ്ടുവന്ന ഈ ലോകത്ത് അല്ല, അതായത് സൃഷ്ടിപ്പുവിൻ്റെ ആദ്യ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഗതിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നു. എന്നിട്ട് വഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോ മനുഷ്യനെയും ഒരു നഫ്സിനെയും സാക്ഷികളാക്കി. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവ്. അള്ളയും നഫ്സും തമ്മിൽ നേർക്ക് നേരെയുള്ള ഒരു ബാന്ധവമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നഫ്സിൻ്റെ അടിസ്ഥാന പ്രകൃതം, യൂറോപ്യൻ ചിന്താഗതി പറയുന്ന പോലെ നഫ്സ് വളരെ പ്ലെയിനാണ്. മനുഷ്യ മനസ്സിൽ പോസിറ്റീവും നെഗറ്റീവും ഇല്ല, പ്ലെയിനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്ത് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഇല്ല, എന്തെങ്കിലും ഉണ്ടായതേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ അടിസ്ഥാന അശാസ്ത്രീയമാണ്. മനുഷ്യ മനസ്സ് തിന്മയിലാണ്. പിന്നെ നന്മ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ലിറ്റിൽ സാവേജസ് ടേൺസ് ഇൻ ടു ബി എ ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ ഈസ് കോൾഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെഫിനേഷൻ ഒക്കെ പറയാറുണ്ട്.
ഒരല്പം കാട്ടാളത്വത്തെ ഒരു നല്ല സംസ്കാര സമ്പന്നമായി തിരിക്കുന്ന പ്രക്രിയയൊക്കെയാണ് വിദ്യാഭ്യാസം. അത് നഫ്സ് മോശമായത്, അതായത് മനുഷ്യ മനസ്സ് മോശമായതുകൊണ്ട് അതിനെ സംസ്കാര സമ്പന്നമാക്കുന്ന ഒരു പ്രക്രിയയൊക്കെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നതെന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാർ അങ്ങനെയില്ല. അതും തെറ്റാണ്. ഖുർആനികമായി അതും തെറ്റാണ്. നഫ്സ് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ സൃഷ്ടിപ്പാണ് മനുഷ്യ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. അതായത് രക്ഷിതാവ് ആരാണെന്നും രക്ഷിതാവിനെ കുറിച്ച് ബോധമുള്ള ഒരു മനസ്സാണ്. എന്നെ സൃഷ്ടിച്ച, എനിക്ക് ജീവിതം നൽകിയ, സംരക്ഷണം നൽകുന്ന, വളർത്തുന്ന, വലുതാക്കുന്ന ഒരു മഹാശക്തി. എനിക്ക് തൊടാനോ പിടിക്കാനോ രുചിക്കാനോ ഒന്നും കഴിയില്ല. പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തികൾ അപ്പുറമായ ഒരു ശക്തി കൊണ്ട് മാത്രം മനസ്സിലാവുന്ന ഒരു മഹാപ്രഭാവൻ. അങ്ങനെ റബ്ബിനെ കുറിച്ച് അറിയാത്തവരാരും തന്നെ ഇല്ലെന്ന് മനുഷ്യ മനസ്സിനെ സൃഷ്ടിച്ച രക്ഷിതാവ് പറയുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റബ്ബിനെ അറിയാം. ആളുകളുടെ പെട്ടെന്നുള്ള ചിന്ത പോകണം, ഈ നിരീശ്വരവാദികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്ത് ഈ റബ്ബിനെ കുറിച്ച് അറിയുമെന്നൊക്കെ ചോദിക്കും. നമ്മൾക്ക് അവരെ മനസ്സറിയില്ല, പക്ഷെ നമുക്ക് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതറിയും. വെറുതെ അതിന്റെ പിന്നാലെ പോയിട്ട് അവന് ദൈവത്തെക്കുറിച്ച് അറിയോ ഇല്ലേ എന്നൊന്നും ഗവേഷണം നടത്തണ്ട. അല്ല പറഞ്ഞതങ്ങ് മനസ്സിലാക്കിയാൽ മതി. എല്ലാ നഫ്സിനും സൃഷ്ടാവിനെ സംബന്ധിച്ച് ബോധം നൽകിയിട്ടുണ്ട്. പിന്നെ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അവൻ ധിക്കാരം കാണിക്കുമ്പോഴാണ് അവൻ അധമനായി അധപ്പതിപ്പിച്ച് കളയുന്നത്. ഒമൻ ഷാ വല്യോമൻ ഒമൻ ഷാ വല്യ കുഫർ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് സത്യം, നഫ്സ് എന്നത് ഒരു സൃഷ്ടിയാണ് എന്നും അതിനൊരു സൃഷ്ടാവുണ്ട് എന്നും ഈ നഫ്സാണ് അല്ലെങ്കിൽ മനസ്സാണ് മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട്, അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളടുത്തും ഇത് പറഞ്ഞിട്ട് അവരെ തന്നെ ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും. എന്നിട്ട് പോരായിട്ട് ഇത് എന്തിനാണ് ചെയ്തതെന്നും കൂടെ പറയാം. തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹദാ ഗാഫിലീൻ, നിങ്ങളെ ദുനിയാവിൽ നിന്ന് മരിപ്പിച്ചിട്ട് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു നാളിൽ നിങ്ങൾക്ക് ഈ വിഷയം അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സത്യപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ സത്യം സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് ഒരുത്തൻ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാവുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ നഫ്സിൽ ഉള്ള അടിസ്ഥാന വിശ്വാസത്തെ ഞാനിതാ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒരു പരമമായ ദൗത്യമാണ്. അപ്പോ ഈ നഫ്സിനെ നിയന്ത്രിക്കുന്ന രക്ഷിതാവിനെ ആരാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തഖ്വയ്ക്കുള്ള ശക്തി ലഭ്യമാകുന്നത്. വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നോമ്പ് പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാനാണ്. അപ്പൊ ആരാധനാ കർമ്മങ്ങളെല്ലാം തഖ്വ ഉണ്ടാവാനാണ്. ആരാധനയുടെ അന്ത്യമായി പറഞ്ഞ പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥനയാണ് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു സംഗതി. പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങളാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ. സക്കാത്തും പ്രാർത്ഥനയുടെ രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മറ്റുള്ളവർക്ക് നൽകുന്ന ഇൻഫാഖും പ്രാർത്ഥനായുടെ രൂപമാണ്. അപ്പൊ പ്രാർത്ഥനാ നിരതമായ മനസ്സുള്ളവന് മാത്രമേ ആവശ്യം വരുമ്പോൾ സൂക്ഷ്മത പാലിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാത്തവൻ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. അതിനപ്പുറം പറഞ്ഞത് നിങ്ങൾക്ക് നൽകപ്പെട്ടത്, നിങ്ങൾ മൂസാ നബി അനുയായികളോട് പറഞ്ഞ സംഗതി അത് തന്നെ ആവർത്തിച്ച് പറയാം. നിങ്ങൾക്ക് നൽകപ്പെട്ട ദിവ്യ സന്ദേശം ഉണ്ടല്ലോ, അതിൽ ശക്തമായി മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ മുസാഫ് എടുത്ത് കെട്ടിപ്പിടിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ വളരെ ശക്തമായും മനസ്സിലാക്കി ദൃഢബോധ്യത്തോടുകൂടി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവും. അങ്ങനെ തഖ്വ ഉണ്ടായാലുള്ള പ്രയോജനവും എടുത്തു പറയുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആർക്കെങ്കിലും സൂക്ഷ്മത ഉണ്ടായാൽ അവന്റെ ജീവിത പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ഒരു വഴി എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടി കൊടുക്കുന്നതാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഒരു പ്രയാസമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംവിധാനമല്ല ജീവിതം. ഹഡിൽസ്, പ്രോബ്ലംസ്, പ്രശ്നങ്ങളുണ്ടെങ്കിലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രശ്നങ്ങളും ഒരു ക്രിയേഷനാണ്, പരിഹാരവും അല്ലാഹുവിന്റെ ക്രിയേഷനാണ്, സൃഷ്ടിയാണ്. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ തഖ്വയുള്ളവനെ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു വഴിയുണ്ടാക്കി കൊടുക്കുമെന്ന് പറയാം. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിൽ നിന്ന് അവൻ വിഭവങ്ങൾ സപ്ലൈ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും.
നമ്മളെപ്പോഴും പ്രതിസന്ധി എവിടെ ഉണ്ടാവുക? ഷോർട്ടേജിലാണ് പ്രതിസന്ധി. ആരോഗ്യം നഷ്ടമാകുന്നു, പനി പിടിക്കുന്നു, രോഗം പിടിക്കുന്നു, അത് ഷോർട്ടേജാണ്. അപ്പോൾ അതുപോലെ തന്നെ പണമില്ലായ്മ, സൗന്ദര്യമില്ലായ്മ, സ്ഥാനമില്ലായ്മ, എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടാവുമ്പോഴാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭ്യമാകാതെ വരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാവുന്നത്. പ്രതിസന്ധി എന്നാണ് ബുദ്ധിമുട്ട്. ബുദ്ധി അവിടെ മുട്ടി നിൽക്കുകയാണ്. എവിടെ മുട്ടിയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോ ബുദ്ധിമുട്ട്, പ്രതിസന്ധി, പ്രശ്നം, പ്രയാസം, ബേജാറ്, വേദന, അങ്കലാപ്പ്, അസ്വസ്ഥത, ഏത് പേരിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ ഒക്കെ പറഞ്ഞാലും ജീവിതത്തിന്റെ സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഏത് വിഷയം വന്നാലും ഒരു സത്യവിശ്വാസി തഖ്വയുള്ളവനെ സംബന്ധിച്ച് യജ്അൽ ലഹു മഖ്റജ, അവനൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള വിഭവങ്ങൾ വമിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അവൻ അതിന് പരിഹാരം നൽകുകയും ചെയ്യും. അത് നമുക്ക് പലപ്പോഴും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സഹായം ഇങ്ങനെ ആകാശത്ത് വരുമ്പോൾ അങ്ങോട്ട് വരണ ആളാണ്. വളരെ വ്യസനിച്ച് ബേജാറായി ദ്വാരെന്ന് വെപ്രാളപ്പെട്ട് നടക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് അല്ലാഹുവിന്റെ ഒരു വാഗ്ദാനമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു തഖ്വയുള്ള ഒരാളിന് മാത്രമേ തവക്കൽ ചെയ്യാൻ പറ്റൂ. തവക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈമാന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം അവൻ അള്ളാഹുൽ മാത്രം വിശ്വസിച്ച് ബരമേൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അള്ളാഹുവിനെ വരമേൽപ്പിച്ചാൽ അവൻ അത് മതി എന്നാണ്. അവന്റെ വേദനയ്ക്ക്, രോഗത്തിന്, ദാരിദ്ര്യത്തിന്, കഷ്ടപ്പാടിന്, പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് എല്ലാം അവൻ മതിയാവും, അള്ളാഹു മതിയാവും. ഇന്നല്ലാഹ ബാലിഗു അംരി, അല്ലാഹ് പറയാ, നീ വിചാരിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണമെന്നും പ്രാപിക്കില്ല. അല്ലാഹു തആല എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് സമ്പൂർണമായി പ്രാപിക്കുന്നവനാണ്, പ്രാപിപ്പിക്കാൻ അവന് കഴിവുള്ളവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നിനക്ക് പ്രശ്നം വരുമ്പോൾ നിന്റെ റബ്ബിന്റെ നേരെ നോക്കുക, നിനക്ക് പ്രയാസം വരുമ്പോൾ നിന്റെ റബ്ബിന്റെ നേരെ നോക്കുക. വളരെ വിനയാന്യതനായി സ്വന്തം കഴിവുകേട് സമ്മതിച്ചുകൊണ്ട്, തെറ്റുകൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട്, തമ്പുരാനെ നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല, നിന്നോടല്ലാതെ എനിക്ക് ചോദിക്കാനില്ല, നിന്നോടല്ലാതെ പറയാനില്ല, നിന്റെ മുന്നിലല്ലാതെ പ്രശ്നങ്ങൾ സമർപ്പിക്കാനില്ല, എല്ലാത്തിനും അഭയം നീയാണ് റബ്ബേ എന്നുള്ള മനസ്സോടുകൂടി അവനെ സമീപിക്കുകയാണ്. വളരെ അത്ഭുതകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് വിറയലുണ്ടാവും, കണ്ണുനീരുണ്ടാവും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുക്കുന്ന സൂക്ഷ്മതാബോധം നമുക്ക് അല്ലാഹു തആല ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. പോരാത്തതിന് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, ആർക്കെങ്കിലും തഖ്വ ഉണ്ടായാൽ, ആരാധനകളിലൂടെ നേടിയെടുക്കുന്ന ഈ സൂക്ഷ്മതാബോധം ആർക്കെങ്കിലും ഉണ്ടായാൽ അവന്റെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ലഘുവാക്കി കൊടുക്കും, പ്രശ്നങ്ങൾ ലഘുവാക്കി കൊടുക്കും. വളരെ പ്രയാസമേറിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. സത്യത്തിൽ ഏത് പ്രശ്നവും നമ്മുടെ മനസ്സിന്റെ ഒരു നിലയനുസരിച്ചാണ് പ്രയാസമാണോ ആശ്വാസമാണോ എന്നൊക്കെ തോന്നുന്നത്. ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത് ഒരാളോട് പറയുമ്പോൾ ഇത് ഇത്ര വലിയ പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്താൽ കഴിഞ്ഞു, കേസ് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറക്കം വരാത്ത, ആരോടും മിണ്ടാൻ പറ്റാത്ത, ഭക്ഷണം കഴിക്കാത്ത, ബാത്റൂം പോകാൻ കഴിയാത്ത, ചായ കുടിക്കാൻ കഴിയാത്ത, ഭയങ്കരമായ ബേജാറുകൊണ്ട് ശരീരം മുഴുവനും വറക്കണ പ്രശ്നമായിരിക്കും. പക്ഷേ ഒരാളെ അല്ലാഹു തആല കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് സാരല്ല, നീങ്ങനെ കാണിച്ചതാ. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും, ഭയങ്കര നെഞ്ചിങ്ങനെ സൈക്യമായ ഹാർട്ട് അറ്റാക്ക് തന്നെ 2 പ്രാവശ്യം. കാര്യം എൻ്റെ വാപ്പാക്ക് 10 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നു, എനിക്കിപ്പോൾ ആ പ്രായമാണ്. അതുകൊണ്ട് ആളെല്ലാം കൂടെ എടുത്ത് അവിടെ കൊണ്ടുപോയി അവസാനം അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റു ചെയ്ത ചെറിയൊരു ബ്ലോക്കാണ്, ഈ എയർ ബ്ലോക്കായത്, വായു ബ്ലോക്കായതാണ്. അത് തന്നെ പടച്ച തമ്പുരാന് കടുത്ത ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറ്റാൻ ഒരു നിമിഷം ആവശ്യമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ പ്രശ്നങ്ങളെ നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളായും ആശ്വാസങ്ങളായും അവതരിപ്പിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ഏത് വിഷയവും പടച്ചവനുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് ആശ്വാസകരമായി, ലളിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നി. യുസിരി യുസ്റ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുമായിട്ട് ബന്ധമില്ലാത്ത മനസ്സിന് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രയാസങ്ങളായി തോന്നും. അവനൊന്നും പ്രശ്നത്തിന്റെ പിന്നാലെ ആയിരിക്കും. മറ്റവർക്ക് യുസ്റായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. വീണ്ടും പറയുന്നു, വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅല്ലിമു ലഹു അജ്റാ. അവന്റെ തെറ്റുകൾ, ആർക്കെങ്കിലും സൂക്ഷ്മതാബോധമുണ്ടായാൽ അവന്റെ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു കളയും. എന്നിട്ട് അവന്റെ പ്രതിഫലം വലുതാക്കി കൊടുക്കും. ഒരുപാട് പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഒരു മുള്ളെടുത്ത് കഴിഞ്ഞു, റോഡിൽ നിന്ന് ഒരു മുള്ളെടുത്ത് കളഞ്ഞു, വളരെ ചെറിയ ഈമാന്റെ ചെറിയ ഒരു പള്ളി കെട്ടി,
മുള്ളെടുത്ത് കളയുന്നതും പള്ളി കെട്ടുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രവർത്തനമുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ പള്ളിക്ക് എത്ര പ്രതിഫലം അത്രയാണ് മുള്ളെടുത്തതിനും പ്രതിഫലമായിട്ട് അള്ളാഹു തആല തീരുമാനിക്കുക. അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും ഉത്തമമായ പ്രതിഫലം മറ്റുള്ള എല്ലാത്തിനും പ്രതിഫലമായി നൽകും കാരുണ്യവാനായ തമ്പുരാൻ എന്ന് ആലോചിക്കുക. അപ്പോൾ മഹത്തായ പ്രതിഫലം, സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിബൃഹത്തായ പ്രതിഫലം. ഇത് സൂക്ഷ്മത കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കണം. സൂക്ഷ്മത എന്തെന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്നിട്ട് ആ സൂക്ഷ്മതയുടെ അനന്തരഫലമായി ഉണ്ടാകാവുന്ന ഒരു സംഗതി പറയാം. നമുക്ക് സൂക്ഷ്മതയുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ പറ്റിയ ഒരു സംഗതി. വഖൂലു ഖൗലൻ സദീദ, ശരിയായ വാക്ക്, നല്ല വാക്ക്, നേരെ വാക്ക്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുക. വളച്ചുകെട്ടില്ലാതെ, കള്ളം പറയാതെ, തോന്നിയാസം പറയാതെ, നേർക്ക് നേരെ, ഏത് വിഷയവും നേർക്ക് നേരെ ശ്രമിക്കുക. സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുക. എന്നാലോ യുസ്ലിഹു ലക്കും അഅമാലകും, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. അപ്പൊ ഒരുത്തന്റെ പ്രവൃത്തി നന്നാവണമെങ്കിൽ അവൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കണം. നമുക്കറിയാം, എന്ത് ചെയ്താലും ഗുരുത്തക്കേടുണ്ടാവുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്ത് ചെയ്താലും കുഴപ്പം തന്നെ. അവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, നേരെ വർത്തമാനം പറയില്ല, കാര്യങ്ങളെ ശരിക്കും ആരെയും വിശ്വസിക്കില്ല. സ്വന്തത്തെ വിശ്വാസം ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ വിശ്വാസം ഉണ്ടാവില്ല, ഒരു തരത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സെൽഫ് കോൺഫിഡൻസ് ഇല്ല. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ, ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ മറ്റവനെ വിശ്വസിക്കാൻ പറ്റൂ. നമ്മളെ തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവനെ വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ഖുർആൻ ഒരുപാട് സ്ഥലത്ത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഏത് വിഷയത്തിലും അവനൊരു ആത്മബലം വേണം. അവന്റെ ആത്മാവിന്റെ ബലം അവന്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ബലമാണ്. അവിടെയാണ് സംഭവം. ആത്മാവ് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടു, റബ്ബ്, ഇലാഹ്, റബ്ബ് എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അവന് ദൃഢമായ ഒരു ബോധ്യമുണ്ട്. അവൻ ഈ കൊച്ചു ഭൂമിയിൽ താമസിക്കുമ്പോഴും ആകാശലോകങ്ങളിൽ സിംഹാസനം ചുമലക്കുന്ന മാലാഖമാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഓർമ്മ, അല്ലെങ്കിൽ ഒരു ബോധ്യം അവനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ പ്രശ്നങ്ങളുടെ മുകളിലായിരിക്കും അവന്റെ മനസ്സ് നിൽക്കുക. അല്ലാത്തവനൊക്കെ പ്രശ്നങ്ങൾ അവന്റെ മുകളിലും, അവൻ പ്രശ്നങ്ങളുടെ താഴെയാവും. അതുകൊണ്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ നേർക്ക് നേരെ പറയാ. വളച്ചു കെട്ടും കുരുത്ത് കെട്ടും. ചില ആളുകളുണ്ടല്ലോ, ഒരു വാക്ക് സംസാരിച്ചാൽ 16 മുനയായിരിക്കും. അതിന് 16 മുനുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു വർത്തമാനം പറയുമ്പോൾ നല്ല 2 കുത്തിയിട്ടാ വർത്തമാനം പറയുക എന്നുള്ളതാണ്. സത്യത്തിൽ വളരെ ബോധപൂർവം പറയുന്ന അമലുകൾ പൊളിച്ചു കളയുന്ന ഒരുതരം മനോഭാവമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേർക്ക് നേരെ പറയുക, അവരെ ലളിതമായി സംസാരിക്കുക, കാര്യങ്ങൾ ശുഭകരമായി നേർക്ക് നേരെ തന്നെ പറയുക, റൈറ്റ് ആയത് തന്നെ പറയുക. യുസ്ലിഹു ലക്കും അഅമാലകും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അവരുടെ പാപങ്ങൾ നേർക്ക് നേരെ സംസാരിക്കുന്നുണ്ട്. പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഇത് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ ചെയ്യേണ്ട ഒരു സംഗതിയാ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ മഹത്തായ വിജയം നേടിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ ഗൗരവം പഠിപ്പിക്കുന്ന ഒരു മഹാചിത്രീകരണം ഈ സൂറത്തുൽ അഹ്സാബിന്റെ അവസാനത്തെ ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാൽ, അതായത് ഈ ആകാശവും ഭൂമിയും അതുപോലെ തന്നെ പർവ്വതങ്ങളും മനുഷ്യനും തട്ടിച്ചു നോക്കുക. ഭീമാകാരങ്ങളായ സൃഷ്ടികളാണ് ആകാശം. ആകാശത്തിന് അതിർത്തി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഈ സൗരയൂഥങ്ങൾ, എത്രയോ സൗരയൂഥങ്ങൾ ചേർന്ന ഗാലക്സികൾ, ഈ ഗാലക്സികൾ ചേർന്ന ഒരുപാട് തരത്തിൽ, അതിനൊരു കോലക്സി എന്ന് പേരിട്ടാൽ പിന്നെ അറിയില്ല എന്നുള്ളതാണ്. ഈ ആകാശം എവിടെയാണ് നിൽക്കണമെന്ന് ചോദിച്ചാൽ ഒരു ശാസ്ത്രകാരനും പറയാൻ പറ്റില്ല. ഇത് എവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ എവിടെ നിൽക്കുക, എന്തായി പറയണമെന്ന് ചോദിക്കും. ആകാശം, ഭൂമി നിൽക്കുന്നത് ആകാശത്തെന്ന് പറയാം, ഈ സൗരയൂഥം നിൽക്കുന്നത് ആകാശത്തെന്ന് പറയാം, ഗാലക്സി നിൽക്കുന്നത് ആകാശത്തെന്ന് പറയാം. ഒരുപാട് ഗാലക്സികളെല്ലാം കൂടെ ചേർന്ന് ഈ മഹാപ്രപഞ്ചം എവിടെയാണ് നിൽക്കുന്നത് ശാസ്ത്രകാര എല്ലാ തരത്തിലുള്ള അസ്ട്രോണമേഴ്സിനെ ചോദിച്ചാലും ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭയങ്കര ഈ ആകാശം ഉണ്ടല്ലോ, ഈ ആകാശവും ഭൂമിയെ നോക്ക്. ഈ ആകാശവും ഈ മനുഷ്യരെക്കാൾ വലിയ സൃഷ്ടികളാണ്. ജിബാല്, ഈ ഹിമാലയത്തിന്റെ കാര്യം, ഏറ്റവും വലിയ പർവ്വതനിര, ആൽസ് പർവ്വതനിരയെ കുറിച്ചുള്ള ഹിമാലയൻ പർവ്വതനിര, ഇവിടെ സഹ്യാദ്രി സാനുക്കളുണ്ട്. ഈ പർവ്വതങ്ങളൊക്കെ നമ്മളെക്കാൾ എത്രയോ വലുതാണ്. ഈ പർവ്വതങ്ങൾക്കും ആകാശങ്ങൾക്കും ഭൂമിക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റെപ്രസെന്റ് ചെയ്ത് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണി. നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ചിത്രീകരണ ഇവരെല്ലാം നിർത്തി, മനുഷ്യനെ നിർത്തി, ഇവരെല്ലാം നിർത്തിയിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഒരു ജീവിതം നാം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ പ്രതിനിധിയായി സത്യത്തെ സത്യമായി സത്യപ്പെടുത്താനും സാക്ഷ്യപ്പെടുത്താനും അതുപോലെ തന്നെ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സത്യവിശ്വാസ ദൗത്യം, ഒരു വിശ്വസ്ത ദൗത്യം, ട്രസ്റ്റ്, ഒരു വിശ്വസ്ത ദൗത്യം ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നു. അപ്പോ
ഈ ആകാശവും ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ. അവർ ഭയന്ന് വിറച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഫഹമലഹൽ ഇൻസാൻ, പക്ഷെ മനുഷ്യനാണ് അത് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഓടിപ്പോയി ഏറ്റെടുത്തെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യനാണ് ആ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. അള്ളാഹുവിനെ പ്രതിനിധീകരിച്ച് ഭൂമിയിൽ സത്യവും ശാന്തിയും നിലനിർത്താൻ വേണ്ടിയുള്ള ബുദ്ധിയും ശക്തിയും കഴിവുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം, ഒരു അമാനത്ത് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി നാം മനുഷ്യന് കൊടുത്തു. അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിന്ന് ലേശം മനുഷ്യൻ നൽകി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഈ അമാനത്തെ ഏൽപ്പിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്ത് ഇത്രയും ഉത്തമമായ ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും ഈ പർവ്വതങ്ങളെക്കാളും ഒക്കെ അതിഗംഭീരമായ മഹത്തായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യൻ വിവേകത്തിന് പകരം അവിവേകിയും അതുപോലെ തന്നെ അവന്നഹു കാന ലലൂമൻ ജഹൂലാണ്. വളരെ കടുത്ത ഭാഷയിലാണ് പ്രയോഗം. അവൻ വിഡ്ഢിയും അക്രമിയുമായി പോയി എന്നുള്ളതാണ്. അവനത് ആ ഉത്തരവാദിത്വം നിർവഹിച്ച് ജീവിതത്തിന്റെ വിജയസോപാനത്തിലേക്ക് കടന്നു പോകാനുള്ള ബുദ്ധിയും ശക്തിയും കഴിവൊക്കെ കൊടുത്തപ്പോ ഭൗതിക ജീവിതത്തിന്റെ താൽക്കാലിക ആർഭാടാലങ്കാരങ്ങളുടെ അനുഭൂതി നുകരാൻ വേണ്ടി അവന്റെ തത്രപ്പാടിൽ അവൻ നശിച്ച് നാമാവിശേഷമായി പോയി. അവൻ മഹാ അക്രമിയായി പോയി, അവൻ വിഡ്ഢിയായി പോയി, മനുഷ്യൻ പരമവിഡ്ഢിയായി പോയി. അതുകൊണ്ട് ആ മനുഷ്യനെയാണ് സാഫിലീൻ, അതായത് സത്യത്തിനെ നിഷേധിച്ചുകൊണ്ട് യാഥാർത്ഥ്യം കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള ചെവി, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും വിചാരവും ഒക്കെ അവന് കൊടുത്തു. പക്ഷേ അവന്റെ ബുദ്ധിശക്തിയൊന്നും പ്രയോജനപ്പെടുത്താതെ മൃഗങ്ങളെ പോലെ തിന്നും കുടിച്ചും ഭോഗിച്ചും അവൻ ഈ ഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞു ഈ മഹത്തായ ജീവിതം. ഇന്നഹു കാന ലലൂമൻ ജഹൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച ഒരു ജീവിതമാണ് നമ്മൾ ഇവിടെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. അതിൽ നമ്മൾ ബഹുദൈവത്വ സങ്കല്പങ്ങളോ അതുപോലെ തന്നെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് കാപഢ്യമോ കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഭീകരമായ ശിക്ഷ ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലിയുഅദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ മുശ്രികീന വൽ മുശ്രികാതി. അതേസമയം വയതൂബല്ലാഹു അലൽ മുഅ്മിനീന, വിശ്വസിച്ച ആളുകളോട് അല്ലാഹു മടങ്ങാൻ, അധികം ആളുകളും പറഞ്ഞിട്ടുള്ള പശ്ചാത്തപിച്ച് മടങ്ങി നമുക്ക് പുറത്തു തരാൻ. അള്ളാഹു ഇങ്ങോട്ട് മടങ്ങാന്ന് പറഞ്ഞാൽ അവന്റെ കാരുണ്യവുമായി നമ്മളെ പൊതിയാൻ തമ്പുരാൻ കാത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഭവാർത്ത അറിയുകയാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു തആല വളരെയധികം പൊറുക്കുന്നവനാണ്, അധികവും കാരുണ്യം കാണിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പൊറുക്കലിലും കാരുണ്യങ്ങളിലും മഹത്തായ പ്രതീക്ഷ അർപ്പിച്ച് ജീവിതത്തിന്റെ ഉത്തമമായ വിജയം നേടാൻ പ്രവർത്തിക്കുന്ന മഹാന്മാരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി. സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. നമുക്ക് ഖുതുബയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സൂക്ഷ്മത. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. ഒരു വെള്ളിയാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു വെള്ളിയാഴ്ച തന്നെ 2 ഖുതുബയാക്കി, രണ്ടിലും പറയാം. അപ്പൊ സൂക്ഷ്മത എന്ന് പറയുന്നത് നിസ്കരിക്കാൻ പോകുമ്പോൾ അങ്ങനെ വളരെ സൂക്ഷിച്ചൊന്നു കൊടുക്കുക, മറിഞ്ഞു വീഴാതെ കയറിപ്പോവുക, എന്നിട്ട് കൈ ഇങ്ങനെ കെട്ടുക. അതാണ് സൂക്ഷ്മത എന്ന് വിചാരിക്കുന്ന ഒരാൾ. വസ്ത്രം എടുക്കുമ്പോൾ ശരീരത്തിൽ പല സംഗതികളെയും തടി വെക്കുമ്പോൾ ഇതിലൊക്കെയാണ് സൂക്ഷ്മത ഭയങ്കരമായിട്ട്. സൂക്ഷ്മത ഭ്രാന്ത് ഈ അടുത്ത കാലത്ത് കുറേ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരുതരം ഫനാറ്റിക് പയസ്നെസ് എന്നാണെന്ന് പറയാം. മതഭ്രാന്തിൻ്റെ സൂക്ഷ്മത അതല്ല ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യം, നീതി, ധർമ്മം, ന്യായം അത് പാലിക്കുക എന്നുള്ളതാണ്. അത് പണ്ഡിതനും പാമരനും ഒക്കെ അത്യാവശ്യമാണ്.
ഈ രീതിയിൽ നടന്നു നോക്കിയാൽ ഈ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ് നമ്മളെ പണ്ഡിത സമൂഹവും അതുപോലുള്ള സമൂഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എതിരാളിയെ എന്തു പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത ആളുകൾ. അവിടെ എവിടെയാണ് സൂക്ഷ്മത? അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പേരിൽ കള്ളം കെട്ടിച്ചമച്ച് അത് കച്ചവടമാക്കുന്നതിൽ എവിടെയാണ് സൂക്ഷ്മത? അള്ളാഹു വളരെ കർശനമായി നിരോധിച്ച പല സംഗതികളും ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്നതിൽ. പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കാരത്തഴമ്പ് ഇങ്ങനെ പപ്പടം പോലെ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, കാലിലും തഴമ്പ് കയ്യിലും തഴമ്പ് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഇടപാട് മുഴുവൻ പലിശയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധപൂർവ്വം ഒഴിവാക്കണം, എടുത്താൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന പലിശ. ഇസ്ലാമിക പ്രവർത്തനം പലിശയിൽ നടത്തിക്കളയാമെന്ന് വിചാരിക്കുന്ന സംഘടനകളുണ്ട്. അതായത് ആധുനിക സമൂഹമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ? അപ്പോൾ പലിശ വരുമ്പോൾ അത് നമുക്കൊരു ഇസ്ലാമിക സർവീസിന് ഉപയോഗിക്കാം. അള്ളാഹ് പറഞ്ഞല്ലോ, സമ്പാദ്യം ഹലാലാവണം, നല്ലതേ അള്ളാഹ്ക്ക് കൊടുക്കാവൂ, അള്ളാഹ് നല്ലതേ സ്വീകരിക്കുള്ളൂ. പലിശ നിർബന്ധമായും ഈ SB അക്കൗണ്ടൊക്കെ തുടങ്ങുന്നത് പലിശ നിർബന്ധമായും വരുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ വേറെ എന്തെങ്കിലും ഒഴിവാക്കാം. അത് പള്ളി കെട്ടാനും മദ്രസ കെട്ടാനും സ്കൂൾ കെട്ടാനും മറ്റത് കെട്ടാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും സ്കോളർഷിപ്പിനും ഒക്കെ അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു തരം പുതിയ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനം നാട്ടിൽ പലയിടത്തുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പല ഏർപ്പാടുകളും നാട്ടിൽ നടക്കുന്നു. എവിടെയാണ് സൂക്ഷ്മത? ആർക്കാണ് സൂക്ഷ്മത? ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി നോക്കിയാൽ ഭൗതിക പ്രായോഗിക ജീവിതത്തിൽ കച്ചവടം നടത്തുമ്പോൾ, ഇടപാടുകൾ നടത്തുമ്പോൾ, അതുപോലെ സംഘടനകൾ കൊണ്ടു നടക്കുമ്പോൾ എല്ലാം ഈ പടച്ച തമ്പുരാൻ ഖുർആനിൽ പറഞ്ഞ സൂക്ഷ്മത എന്ന് എത്രയോ അകലെയാണ്. പക്ഷേ പള്ളിയിൽ ഭയങ്കര സൂക്ഷ്മതയാണ്. ഇത് മതഭ്രാന്തിന്റെ സൂക്ഷ്മതയാണ്. ഇത് ഖുർആനുമായി യാതൊരു ബന്ധമില്ല. ഖുർആൻ വച്ചായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം സൂക്ഷ്മതകളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യമിന്നതാണ്, തമ്പുരാനാണ് എൻ്റെ രക്ഷിതാവ്, അള്ളാഹുവാണ് എൻ്റെ നാഥൻ. ആ നാഥൻ പറഞ്ഞിട്ടുണ്ട് നീതിയും ന്യായവും ധർമ്മവും, അതനുസരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണം. നമുക്ക് കിട്ടുന്നതിൽ മറ്റുള്ളവന് കൊടുക്കണം. ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണം, ഹലാലായത് വാങ്ങുകയും ഹലാലായത് കൊടുക്കുകയും ഹലാലായ ദീനീ പ്രവർത്തനം നടത്തുകയും ചെയ്യുക. അപ്പോ അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ തോന്നുന്ന തരത്തിൽ നമ്മൾ ഇസ്ലാമിക പ്രവർത്തനമൊക്കെ നടത്താൻ പോയാൽ അത് സാരല്ല, സംഘടനയ്ക്കല്ലേ, വ്യക്തി എടുക്കുന്നില്ല എന്നൊക്കെയാണ് ന്യായങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന സംഗതിയല്ലെന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ സൂക്ഷ്മതയെക്കുറിച്ച് ഓരോരുത്തരും നല്ലവണ്ണം പഠിക്കേണ്ടിയിരിക്കുന്നു. ഹാവഭാവങ്ങളിലും അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ കൈ കെട്ടുന്നതോ കെട്ടാത്തതിലോ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നതിലും അല്ല സൂക്ഷ്മത. ഒരാളിങ്ങനെ മദീനയിലെ തെരുവിലൂടെ ഇങ്ങനെ പൊമ്മി നടക്കുമോ, ഉമർ റളിയല്ലാഹു അൻഹു നേരെ നടക്കണമാകും. നിന്റെ തഖ്വാണിക്ക് എങ്ങനെ നടക്കണേ? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ഏർപ്പാടൊന്നുമില്ല, മര്യാദക്ക് നടക്കുക. നല്ല അള്ളാന്റെ റസൂൽ നടന്നത് നല്ല കയ്യൊക്കെ ഉയർത്തി നല്ല പിടിച്ച് നടന്നാണ്. ഇങ്ങനെ പമ്മി സൂക്ഷ്മത ഉണ്ട്. അദ്ദേഹം നടന്നാൽ ഭൂമി അനങ്ങൂലാതെ. അതൊന്നും അല്ല സൂക്ഷ്മത. അപ്പൊ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട സംഗതി, യഥാർത്ഥത്തിൽ നമുക്ക് സൂക്ഷ്മതയും ആ സൂക്ഷ്മത ഉണ്ടാകേണ്ട റിസൾട്ടും ഉണ്ടാകേണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തന്നെ ചെയ്യണം. അല്ലാഹുവാണ് നാഥൻ എന്നുള്ളത്. പടച്ച തമ്പുരാൻ നിരോധിച്ച കാര്യങ്ങൾ നമ്മളും വിരോധിച്ചു കളയണം. പടച്ച തമ്പുരാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദീനുൽ ഇസ്ലാം വളർത്തി കളയാമെന്നൊന്നും വിചാരിക്കേണ്ടത് ആവശ്യമില്ല. അങ്ങനെ ഒരു ദീൻ വളർത്താൻ ആരെയും അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള. ഈ ദീൻ അള്ളാഹുൻ്റെതാണ്. അതിന്റെ നാഥൻ തമ്പുരാൻ അള്ളാഹു എവിടെ കൊണ്ടെത്തിക്കും എന്ന് വളരെ കൃത്യമായി ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ലിയുളിഹിറഹു അലദി ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ എന്ന് വേറെ സ്ഥലത്തുണ്ട്. ഈ നിഷേധികളും ബഹുദൈവത്വ ചിന്താഗതിക്കാരും വെറുത്താലും ഈ ദീൻ എവിടെ എത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി അറിയാം. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകനെയും സത്യദീനായി വേദഗ്രന്ഥത്തെയും കൊണ്ട് പ്രവാചകനെ വിട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ഒരു സംശയമില്ല. മനുഷ്യ ചരിത്രത്തിൽ മനോഹരമായി ചിത്രീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. ആളുകൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ പടച്ചവനാരെടുത്താൻ പിടിച്ചു.
അങ്ങനെ അധമനിൽ അധമനായി അധപ്പതിപ്പിച്ചു പോയ തലമുറകളെ പിൻഗാമികളായിട്ടാണ് നമ്മൾ. ഇനിയും ഈ ദീനിന്റെ പ്രഭ ലോകത്ത് വരണമെങ്കിൽ പ്രവാചകൻ നടന്ന അതേ മാർഗത്തിലൂടെ വഴിയിലൂടെ തന്നെ തിരിഞ്ഞു നടന്നാലേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടേതായ ഒരുപാട് തരത്തിലുള്ള സംഗതികളൊക്കെ ഏച്ചുവെച്ചാൽ അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ വളരാൻ അല്ലാഹു തആല കാരണമാക്കൂല. ദീൻ വളർത്തണം അള്ളയാണ്. നമ്മൾ നമ്മുടെ വിജയത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദീനിന്റെ വളർച്ച ഉണ്ടാവും. അവനവൻ സ്വർഗത്തിലേക്കെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂക്ഷ്മതയോടെ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, നമുക്കെന്താണ് അല്ലാഹു തആല നൽകിയത്, മറ്റുള്ളവനുള്ള ഓഹരി എന്താണ്, സമൂഹത്തിനുള്ള എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, നാടിനോട് ലോകത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഇതെല്ലാം അറിഞ്ഞ് കൃത്യവും ഭംഗിയും പൂർണ്ണവുമായി നീതിപൂർവ്വം പ്രവർത്തിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ സൂക്ഷ്മതയുടെ തലത്തിലേക്ക് എത്തിച്ചേരുള്ളൂ. അങ്ങനെ ഉത്തമമായ നിലയിൽ സൂക്ഷ്മതാ തലത്തിൽ എത്തിച്ചേരുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി അൻ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും ഈ പുറത്തുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും കുടുംബ ബന്ധുക്കൾക്കും അല്ലാത്തവർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും ഈ പുറത്തുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിൽ എത്തിച്ചേരുന്ന ആളുകളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹേ, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കണേ തമ്പുരാനെ. അല്ലാഹേ, അപകടം കൊണ്ടും അല്ലാതെ കൊണ്ടും രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബക്കാർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നാഥാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഹൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ദീനീ വിദ്യാഭ്യാസം ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ച് അങ്ങനെ ശാന്തവും സമാധാനപരമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരണത്തിൽ സക്രാത്തിൽ മരണത്തിൻ്റെ ആ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ലിഖാഅ് നിന്റെ ഫിർദൗസിൽ വെച്ച് നിന്റെ മഹത്തരമായ ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാവങ്ങളായ ഈ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥ. ഇത് നീ തട്ടിക്കളയല്ല തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സുമായി നിന്നെടുക്കൽ വരാനുള്ള ഒരു അനുഗ്രഹവും നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. നമ്മുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.